അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ ഒരു സംഭവം തുർക്കി നടന്നു ഈ അടുത്ത സമയത്ത്. അപ്പം തുർക്കിയുടെ കാര്യം നമ്മൾ എന്തിനാണ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഈ പല രാജ്യങ്ങളിലും ഈ ആളുകൾക്ക് പൊതുമാപ്പ് കൊടുക്കും വലിയ കുറ്റവാളികൾക്ക്. കുറേ നാൾ അവർ ജയിലിൽ കിടക്കും. നമ്മുടെ രാജ്യത്തും ഉണ്ട് അങ്ങ് പൊതുമാപ്പ്. ഈ പൊതുമാപ്പ് കൊടുക്കുമ്പോൾ ഈ കുറ്റത്തിന് അതായത് അതിലെ ഇരകളുണ്ടല്ലോ, അതിന് വിധേയരാക്കപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബത്തിൻ്റെ ഒന്നും അനുവാദമൊന്നും ആരും ചോദിക്കാറില്ല. രാഷ്ട്രങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള നിലയ്ക്ക് അവരങ്ങ് പ്രഖ്യാപിക്കും. അതായത് പൊതുമാപ്പ് കൊടുക്കുകയാണ്. പൊതുമാപ്പ് കുറേ പേർക്കും കൊടുക്കും. ഇപ്പം റിപ്പബ്ലിക് ഡേ വരുന്നു, അത് പ്രമാണിച്ച് കുറേ എണ്ണത്തിന് അങ്ങ് ഇറക്കിവിടും. അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നു, അതിന് കുറേ എണ്ണത്തിന് ഇറക്കിവിടും. ഈ രീതിയിൽ മാപ്പ് കൊടുത്തങ്ങ് വിടും. ഇവർ കോടതിയിൽ പോയി കഷ്ടപ്പെട്ട് മൊഴി പറഞ്ഞ് ശിക്ഷ വാങ്ങിക്കൊടുത്തേക്കുന്ന പ്രതികളാണ് യവന്മാർ. ഇതേപോലെ ഒരു കാര്യവുമില്ല, അത് അകാരണമായിട്ട് യവന്മാർക്ക് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ഒരു വളരെ വലിയൊരു നേട്ടമാണ് ഇതുപോലെ ഈ പൊതുമാപ്പായിട്ട് പ്രിമച്വർ റിലീസ് നടത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് കാണിച്ച ഒരു സംഭവം തുർക്കിയിലുണ്ടായി. ഒരു പെൺകുട്ടിയെ ഒരു വലിയ ഗ്രേവ് ക്രിമിനൽ അവൻ ബലാത്സംഗം ചെയ്തു. അത് കേസായി, വലിയ പ്രശ്നമായി. ആ പെൺകുട്ടി കോടതിയിൽ പോയി അത് ശരിയായ രീതിയിൽ മൊഴി കൊടുത്തു. അത് തെളിവുകളെല്ലാം ഹാജരാക്കി. ഇവനെ 20 വർഷം കഠിന തടവിന് അവിടെ തുർക്കി കോടതി ശിക്ഷിച്ചു. അങ്ങനെ ഇരിക്കുന്ന പ്രതിയെ ഇപ്പോൾ വളരെ മുമ്പേ തന്നെ അവർ പൊതുമാപ്പ് കൊടുത്തിട്ട് അവനെ ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇതിപ്പോൾ യുവതിയാണ്, അതിന് വളരെ ബുദ്ധിമുട്ടും മാനസിക വ്യഥയുണ്ടായി. അത് പിന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഇവനെ നോക്കി നടന്നു. അതിനെ തെരുവിൽ വെച്ച് അവനെ കണ്ട് കിട്ടി, അങ്ങ് വെടിവെച്ചു കൊന്നു. അതാ ചെയ്തേക്കുന്നത്. അവനെ അങ്ങ് വെടിവെച്ചു കൊന്നു. അപ്പോൾ ഈ യുവതിയെ അതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു, കൊലക്കുറ്റത്തിന് കേസെടുത്തു, ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി. അവസാനം കേസൊക്കെ ആയി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി. ഉടനെ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ഈ യുവതിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന് ചോദിച്ചു. ഉടനെ ഈ കുട്ടി പറഞ്ഞു, അവൻ ബലാത്സംഗം ചെയ്തത് ഈ രാഷ്ട്രത്തെ അല്ല, എന്നെയാണ്. എന്നെ ബലാത്സംഗം ചെയ്തതിനാണ് അവനെ ശിക്ഷിച്ചത്, അല്ല രാഷ്ട്രത്തെ ബലാത്സംഗം ചെയ്തതിനല്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ, എന്താണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാതെ, ഇതേപോലെ ഒരു നരാധമനെ ഇവർ പ്രിമച്വറായിട്ട് റിലീസ് നടത്തി. അതായത് അതിനെ അങ്ങ് വിട്ടത് എനിക്ക് സഹിച്ചില്ല. അത് ഞാൻ ചോദിക്കും. ആ പ്രതികാര നടപടിയാണ് അത് എടുത്തത്. നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റത്തിൽ അതായത് ഈ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, ആദ്യത്തെ പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം തടയണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പാമ്പ് ഒരുത്തനൊക്കെ അടിക്കാൻ വരുന്നു, പാമ്പിനെ അടിച്ചു കൊല്ലുന്നു. അപ്പോൾ എന്താ പ്രിവെൻറ്റീവാണ്, അത് അങ്ങ് പോയി, അതിനെ അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഡിറ്ററൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശിക്ഷ കൊടുക്കുന്നത് മൂലം ഇനി ഇതേപോലെ ഉള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഒരുത്തനും ഇത് ചെയ്യരുത്. അതാണ് ഡിറ്ററൻ്റ് എന്ന് പറയുന്ന പണിഷ്മെൻറ്റ്. പിന്നെ റിട്രിബ്യൂട്ടീവ്, അതായത് പ്രതികാര വാഞ്ചയോടുകൂടിയുള്ള ശിക്ഷ. അതായത് ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവില്ലാതായി, അയാളുടെ അച്ഛനമ്മമാർക്ക് മകനില്ലാതായി, അയാളുടെ മക്കൾക്ക് അച്ഛനില്ലാതായി. ഇതുപോലെ വരുമല്ലോ. ഇതുപോലെ ഒരുപാട് ബന്ധുക്കൾക്ക് ഇയാളെ കൊണ്ട് നേട്ടം ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് അതുപോലെ ബുദ്ധിമുട്ട് വരും. അവർക്ക് ഒരു പ്രതികാര വാഞ്ച ഉണ്ടാവും ഈ കൊന്നവൻ്റെ അടുത്ത്. അവരെ പ്രതികാരം ഇങ്ങനെയൊന്നും മാറത്തില്ല. ആ പ്രതികാര വാഞ്ചയോടുകൂടിയുള്ള ആ ശിക്ഷ, അതാണ് റിട്രിബ്യൂട്ടീവ് എന്ന് പറയുന്ന തിയറി. പിന്നെ അടുത്തത് റെഫർമേറ്റീവ് ലാസ്റ്റ്. അതായത് ഇവനെ ജയിലിൽ കിടന്നെങ്കിൽ നന്നാവും, നല്ലതാവും, നല്ല പഠിത്തം. നമ്മൾ ജയിലെന്ന് പറയുന്ന കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ.
അവിടെ ഒരു കറക്ഷനും നടക്കുന്നില്ല ഒരു ജയിലിലും. ഞാൻ ജയിലിൽ കറക്ഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കറക്ഷനും നടക്കുന്നില്ല. അത് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറും. ഇപ്പോൾ കിടക്കുന്നവന്മാരാണെങ്കിൽ അവന്മാരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ട്. പിന്നെ ആവശ്യാനുസരണം അവന്മാർക്ക് കഞ്ചാവ് കിട്ടും ഭരിക്കാൻ. കഞ്ചാവ് മാത്രം MDMA പോലും കിട്ടും ഉപയോഗിക്കാൻ. കാരണം അവൻ്റെ കൂട്ടുപ്രതികൾ കോടതി പോകുമ്പോൾ അവർക്ക് ഈ ആളുകളുമായിട്ട് ബന്ധം വരും. അനങ്ങാതെ പതുക്കെ പോക്കറ്റ് ചെരുവ് വെച്ചുകൊണ്ടിഞ്ഞ് പോരും. അത് ഇവിടെ വന്നാൽ ഇവിടെ ഒന്നും വേണ്ട വിധത്തിലൊന്നും പരിശോധിക്കില്ല. മാത്രമല്ല നോക്കുമ്പോൾ ഇവരെ നമ്മളാളല്ലേ, എപ്പോഴും കാണുന്നതല്ലയോ, ഇവർ തമ്മിൽ ഒരു അടുപ്പം വരും. ഈ ജയിലിലുള്ള ഉദ്യോഗസ്ഥരും ഈ പ്രതികളുമായിട്ട് ഒരടുപ്പം യഥാർത്ഥത്തിൽ എപ്പോഴും കണ്ട് ഉള്ള പരിചയമല്ലേ അങ്ങ് വരും. മാത്രമല്ല സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുന്നവന്മാരുണ്ട്. അത് കാരണം അവന്മാർക്ക് നോക്കുമ്പോൾ നല്ല ആഹാരം കിട്ടും, താമസിക്കാൻ സ്ഥലമുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവർ ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിലുണ്ണിയായിട്ട് അവൻ മാറും. അവൻ അടുക്കളയിൽ പാചകത്തെ അവിടെ നിന്നിട്ട് പാചകം ചെയ്യാം, അല്ലെങ്കിൽ ആഹാരം വിളമ്പാം. ഈ ജോലികളൊക്കെയാണ്. അതാകുമ്പോൾ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും ഇച്ചിരി അടി മറ്റുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മീൻ പൊടിഞ്ഞു പോയെന്നോ ഒക്കെ പറഞ്ഞാണ് ഞാൻ അവനെ അടിക്കും. ഇതൊക്കെ തന്നെ ഉണ്ട്. ഇതല്ലാതെ അവന് സുഖമായിട്ട് അവിടെ താമസിക്കാം. അതുകൊണ്ട് അവൻ ചെയ്യുന്ന എന്തോന്നറിയോ, മോഷണമാണ്. എനിക്കറിയാം 74 മോഷണ കേസുള്ള ഒരു പ്രതി. അവൻ ഇപ്പോൾ അത് ഈ ജയിലിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ അവനെ വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്നത് എനിക്കറിയാം. 74 കേസുകളുണ്ട് ശിക്ഷ. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ എന്തോന്നറിയോ, അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവനിങ്ങകത്ത് വരണം. കാരണം അവൻ തറവാട്ടിലോട്ട് തിരിച്ചു വരുവാണ്. അവിടെ അവൻ യാത്ര ചെയ്യുമ്പോൾ തന്നെ പോകുന്നത്, ഞാൻ ഉടനെ ഇഞ്ഞ് വരും സാറേ എന്ന് അവൻ ഇറങ്ങും. അല്ലെ ജഗദീഷ് ശ്രീകുമാർ റോഡിൽ ഇപ്പോൾ ആവരിച്ച് കിടന്നില്ലേ എന്ന് പറഞ്ഞ പോലെ അവൻ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് അവൻ പിടിയും കൊടുത്തിട്ട് ഇഞ്ഞ് വരും. മാത്രമല്ല തെളിയാത്ത കേസുകളൊക്കെ ഉണ്ടല്ലോ, പോലീസുകാർ നോക്കിയിരിക്കുന്നുണ്ട്, അതൊക്കെ അവൻ്റെ മണ്ട വെച്ച് കൊടുക്കും. അവനത് പ്രശ്നമേ അല്ല. ഇവനെ അത് അവന് വേണ്ടത് അതാണ്. അവൻ ഇവിടെ കിടക്കണം, ജയിലിൽ സുഖമായിട്ട് അവന് കിടക്കണം. അങ്ങനെ കിടക്കുന്നവന്മാരുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് എങ്ങനെ ഇവന്മാർ റിഫോം ചെയ്തെന്ന് എങ്ങനെയാണ് യവന്മാരെ മാനസിക പരിവർത്തനം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഉള്ള ഒരു ഈ ശിക്ഷ എന്ന് പറയുന്ന ഒരു വകുപ്പാണ് റെഫർമേറ്റീവ് എന്ന് പറയുന്ന തിയറി. ഇതിൽ ഞാൻ കാണുന്ന റിട്രിബ്യൂട്ടീവ് എന്ന് പറയുന്ന തിയറി, അതായത് പ്രതികാര വാഞ്ച ഉള്ളത്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിനകത്ത് കഴിമ്പുള്ളതല്ലേ? ബലാത്സംഗം ചെയ്ത് അതിനെയാണ്, അല്ലാതെ രാഷ്ട്രത്തെയല്ല, രാഷ്ട്രീയ നേതാക്കളെ അല്ല. യവന്മാരാര് ഈ കൊച്ചറിയാതെ തീരുമാനിച്ച് ഇവനെ പുറത്തു വിടേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും ഇതുപോലൊരു പ്രിമച്വർ റിലീസ് ഒരുത്തനെ നടത്തുമ്പോൾ ആ കുറ്റകൃത്യത്തിന് വിധേയരായ ആളുകളുണ്ടല്ലോ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കണം അവരുടെ അടുത്ത്. ഈ പെൺകുട്ടി ചെയ്തെന്താ? ഇതിന് അവസരമൊന്നും കിട്ടിയില്ല. ഇത് ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അങ്ങ് വെടിവെച്ചു കൊന്നു, നീതി അങ്ങ് നടപ്പാക്കി. അതിന് ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും അതിന് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, ആ ചെയ്ത കുറ്റകൃത്യത്തെ അല്ല ഞാൻ ന്യായീകരിക്കുന്നത്, പക്ഷെ ആ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ന്യായമുള്ളതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ? ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ ഇതിൽ പിടിച്ചുപറ്റി ഇപ്പോൾ രാഷ്ട്രങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം.